അല്ല. നമ്മുടെ വേണുഗോപന് അപകടം പറ്റി. അയ്യോ, എന്തോ ചേട്ടാ? അതെ, ആളുമാറിയായിരിക്കണം കുത്തി. നിങ്ങൾ ആരെയാ കൊല്ലാൻ ശ്രമിച്ചത്? പറ. വേണുഗോപനെയാണോ? പറയാൻ. വേണുഗോപനെയാണ്. ഈ പരിസരത്ത് വെച്ചല്ലോ മിസ്സായത്. ഏരിയ മുഴുവൻ കവർ ചെയ്യണം. ഇന്ന് രാത്രി തന്നെ പിടിച്ചില്ലെങ്കിൽ അവൻ ചിലപ്പോൾ രക്ഷപ്പെട്ടു പോകും. ഒരാവേശത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോ സൂക്ഷിക്കണം. എന്റെ അനിയത്തി അംബികയുമായി വിവാഹം തീരുമാനിച്ചിരുന്നതാ വേണുഗോപൻ. അച്ഛന്റെ പേരറിയാമോ? വേണുഗോപൻ. എന്റെ മോളുടെ അച്ഛനാ. ചതിയൻ. അങ്ങനെ പോകാൻ ഇപ്പൊ നിങ്ങൾക്ക് കഴിയില്ല. ബിക്കോസ് യു ആർ അണ്ടർ മൈ കസ്റ്റഡി നൗ. 1000 വട്ടം പറഞ്ഞാലും നീ എന്റെ പെണ്ണാമൈനെ. നിന്നെ എനിക്ക് വേണം. പറയട്ടെ മൈനെ, ഞാൻ പറയട്ടെ. മോനെ, എന്തു പറ്റിയടാ നിനക്ക്? സംസാരിക്കാൻ വയ്യല്ലേ? ഈ യൂണിഫോം ഇട്ട നമ്മുടെ കഴിവുകേട്, അതുകൊണ്ടാണ് അവനെ അറസ്റ്റ് ചെയ്യാൻ കഴിയാത്തത്. ഇനി ഒരു ആക്രമണം ഉണ്ടായാൽ വേണുഗോപന്റെ മരണം ഉറപ്പാ. ഗൗരി, എന്തിനാ ഇങ്ങനെ കടുത്ത വാക്കുകൾ ഉപയോഗിക്കുന്നത്? ഞാൻ കാര്യം പറഞ്ഞതാ. ആലോചിക്ക്. അകാലത്തിൽ പെങ്ങള് വിധവയാവണമെന്ന്. ദേ, അച്ഛന്റെ മകന്റെ ചെയ്തികളിലേക്ക് എന്നെ വലിച്ചിഴക്കരുത്. ഇനിയെങ്കിലും നന്നാകാൻ നോക്ക് അരവിന്ദേട്ടാ. ഇനി എങ്ങനെ നന്നാവാനാ? ആവശ്യത്തിന് തടിവെച്ചല്ലേ ഞാൻ ഇരിക്കുന്നത്. ഓ, ഇത്രയും വലിയ തമാശയൊന്നും ഞാൻ കേട്ടിട്ടില്ല. ചിരിക്കണോ? വേണ്ട. ഞാൻ എന്ത് തെറ്റിയെന്നാ നീ പറയുന്നത്? ഒരു മോനുള്ളതിന് നല്ല ജോലി കിട്ടണമെന്ന് ആഗ്രഹിച്ചു, നല്ല വിവാഹം നടക്കണമെന്നും ആഗ്രഹിച്ചു. അതിലെവിടാ തെറ്റ്? അതീ തെറ്റൊന്നുമില്ല. ഏത് കാരണവന്മാരും ആഗ്രഹിക്കുന്ന അത്. ഇതങ്ങനെയാണോ? മറ്റൊരു കല്യാണം ഉറപ്പിച്ചിരുന്നല്ലേ? മോതിരം മാറിയതല്ലേ? അവൻ ആ പെണ്ണിനെ സ്നേഹിച്ചിരുന്നല്ലേ? ഇതാണോ വലിയ കാര്യം? ഒരു പ്രായത്തില് ചെറിയ പ്രേമങ്ങളൊക്കെ തോന്നാത്ത ആമ്പിള്ളാരുണ്ടോ? നമ്മളതൊന്നും കാര്യമായിട്ട് എടുക്കരുത്. ആ പെണ്ണിലെ അവന്റെ ഒരു കുഞ്ഞുണ്ട്, അത് കാര്യാക്കണോ? അതവള് പറയുന്നല്ലയോ? കണ്ണടച്ചിരിട്ടാക്കല്ലേ അരവിന്ദേട്ടാ. നല്ലൊരു പെൺകുട്ടിയായിരുന്നു അവള്. പറഞ്ഞു വിശ്വസിപ്പിച്ചതാ നമ്മുടെ മകൻ. പറഞ്ഞു വിശ്വസിപ്പിച്ചെങ്കിലേ കല്യാണത്തിന് മുമ്പേ അവന്റെ കൂടെ കിടക്കാൻ തയ്യാറായ അവള് കല്യാണ ശേഷം മറ്റൊരുത്തന്റെ കൂടെ പോവില്ലെന്ന് ആര് കണ്ടു? ദേ, വൃത്തികേട് പറയരുത്. നാവെടുത്ത ഇത്തരം തരം താഴ്ന്ന വാക്കുകളെ പറയൂ. ഞാൻ തരം താഴ്ന്നതാ. പക്ഷേ എന്റെ മകൻ വലിയ ആളാവണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അത് തെറ്റൊന്നുമല്ല. എന്നിട്ടിപ്പ എന്തു പറ്റി? ചത്തോ ജീവിച്ചിരിപ്പോന്നും പറഞ്ഞ് കിടക്കുകയല്ലേ അവൻ. ശാപ. ആ പെങ്കൊച്ചന്റെ ശാപം ഇതൊക്കെ. ശാപമൊന്നുമല്ല. അവൻ മനഃപൂർവ്വം കുത്തിയതാ. ആ സിദ്ധാർത്ഥൻ. അവനെ വിടില്ല ഞാൻ. ആദ്യം എനിക്കും അങ്ങനെ തോന്നിയതാ. വെട്ടിക്കൊല്ലാൻ തോന്നിയതാ. പിന്നെ ആലോചിച്ചപ്പോ സിദ്ധാർത്ഥൻ ചെയ്തത് തെറ്റാണോ? സ്വന്തം പെങ്ങളെ ഉപേക്ഷിച്ച് വേറൊരു പെണ്ണിനെ കെട്ടാൻ പോകുന്നവനെ പിന്നെ എന്ത് ചെയ്യണം? നീ വലിയ ന്യായമൊന്നും പറയണ്ട. അവൻ എവിടെയുണ്ടെന്ന് അറിയുന്ന ആ നിമിഷം ഞാൻ അവന്റെ തല വെട്ടാൻ കൊട്ടേഷൻ കൊടുക്കും. ഇനി അതിന്റെ കുറവുകൂടിയേ ഉള്ളൂ. ഒരു കാര്യം ഞാൻ പറയാം. ഇത് നാശത്തിന് അരവിന്ദേട്ടാ. ഈ പാപത്തിന്റെ ഫലമൊക്കെ തനിയെ അനുഭവിച്ചോണം. അനുഭവിക്കും. അമ്മ എന്താ ഒന്നും പറയാത്തത്? ഞാൻ എന്ത് പറയണം? അവൻ ചെയ്തത് ശരിയാണെന്ന് പറയണോ, അതോ തെറ്റാണെന്ന് പറയണോ? ഒരുപാട് ഭാവിയുള്ള കുട്ടിയായിരുന്നു അവൻ. മാത്രമല്ല നീയും. പക്ഷേ ദൈവാധീനം ഉണ്ടായില്ല. പിതൃദോഷമാണെന്ന് പറഞ്ഞു ആശ്രമത്തിലെ സ്വാമിജി. അതിന് ഞാൻ കയറാത്ത അമ്പലങ്ങളില്ല, കഴിക്കാത്ത വഴിപാടുകളില്ല. ഇനി
ഏത് ഗംഗയിൽ പോയി മുങ്ങണമെന്ന് എനിക്കറിയില്ല. ഏട്ടനെ രക്ഷിക്കാൻ പറ്റുമെന്ന മാനസ പറയുന്നത്. ചിലപ്പോ ഈശ്വരൻ അവളുടെ രൂപത്തിൽ അവതരിച്ചതായിരിക്കും. എനിക്കൊന്ന് കാണണം അവളെ. കഴിയുമോ? പക്ഷേ ഫോൺ ചെയ്യരുതെന്നാ പറഞ്ഞിരിക്കുന്നത്. എന്നാലും ഏതെങ്കിലും ബൂത്തിൽ കയറി വിളിച്ചു നോക്കാം. വേണ്ട, ഇനി അതും ഒരു പ്രശ്നമായാലോ? നല്ലത് വരാൻ പ്രാർത്ഥിക്കാം. അച്ഛാ, എന്നെ ആവശ്യമില്ലാതെ വഴക്കുറയുന്നു മൈന ചിറ്റ. ചുമ്മാ ഒന്നും അവള് വഴക്ക് പറയില്ല. നീ എന്തെങ്കിലും കുരുത്തേക്കോട് ഒപ്പിച്ച് കാണും. ഞാൻ ഒന്നും ചെയ്തില്ല. ഒന്നും ചെയ്തിട്ടില്ല? ഒന്നും ചെയ്യാത്തോണ്ടാണോ വഴക്ക് പറഞ്ഞത്? ഇന്നലെ സ്കൂളിൽ നിന്ന് കൊടുത്തുവിട്ട ഹോംവർക്ക് ഈ നിമിഷം വരെ ചെയ്തിട്ടില്ല. ഇനി എപ്പോ ഇതൊക്കെ ചെയ്തിട്ട് കിടന്ന് ഉറങ്ങാനാ? വന്നു കഴിഞ്ഞാൽ യൂണിഫോം മാറുന്നതിന് മുമ്പ് കാർട്ടൂൺ ചാനല്. എത്ര പറഞ്ഞാലും കേൾക്കില്ല. അതെങ്ങനാ? കാർന്നോമാർക്കും വേണം ഒരു വിചാരം. ഞാനൊരാൾ ഇങ്ങനെ വായിട്ടളിച്ചോണ്ടിരിക്കുന്നു. എല്ലാം നോക്കി നടത്താൻ നീ ഉള്ളത് കൊണ്ടാ ഞാനൊന്നും ശ്രദ്ധിക്കാത്ത. ഉത്തരവാദിത്തം എനിക്ക് മാത്രമല്ല, എല്ലാവർക്കും ഉണ്ട്. അപ്പു വാ. ഞാൻ മൈന ചിറ്റയോട് പിണങ്ങിയിരിക്ക. എനിക്ക് മാനസ ചിറ്റ മതി. വാ ചിറ്റേ, നമുക്ക് മുറിലോട്ട് പോവാം. ഏത് മുറിയില്? മൈന ചിറ്റയുടെ മുറിയില്. ഏയ് വേണ്ട, മുറിയിലൊന്നും പോണ്ട. പോണം, എനിക്കൊരു മാനസ ചിറ്റയുടെ കൂട്ട്. വാ. നിക്ക് നിക്ക്. എന്താ മൈന ചിറ്റ ഇത്? അത് ഒരു സർപ്രൈസ് കാണിച്ചു തരാം. അതെ, ഇപ്പൊ കണ്ണു തുറക്കാൻ പാടില്ല. ആ ആ, ഇവിടെ ഇരിക്കെ. കണ്ണു തുറക്കരുത്. ആ തന്നോ. എന്താ കാണിച്ചു തരാന്ന് പറഞ്ഞത്? കുന്തം. മുത്തിനെ ഒന്ന് കളിയാക്കിയതല്ലേ? ഈ ചിറ്റയുടെ ഒരു കാര്യം ഞാൻ അച്ഛനോട് പറഞ്ഞു കൊടുക്കും. പോവാ. മക്കൾ അവിടെ ഇരിക്ക്. അതേ, നിന്റെ അച്ഛനെ അറിയാതിരിക്കാനല്ലേ ഞാൻ ഈ പെടാപ്പാടൊക്കെ പെടുന്നത്. അറിഞ്ഞാ ചിറ്റയുടെ ചീട്ട് എപ്പ കയറിയെന്ന് ചോദിച്ചാ മതി. എന്തറിഞ്ഞാല്? ഈ കണ്ണു കിട്ടികളെ. എവിടെ പോവാ? എനിക്ക് ബാത്റൂമിൽ പോണം. നന്നായിരിക്കും. എന്താ? അത് ഇന്ന് ചിറ്റ ബാത്റൂം ക്ലീൻ ചെയ്തിട്ടില്ല. നമുക്കിതിനകത്ത് പോണ്ട, അഴുക്കാ. നമുക്ക് അമ്മയുടെ റൂമിലേക്ക് പോവാം. വേണ്ട, നമുക്ക് മൈന ചിറ്റയുടെ റൂമിലേക്ക് പോവാം. എങ്ങോട്ടെങ്കിലും പോവാട്ടോ. പോയല്ലേ പറ്റൂ. വാ. വേണുഗോപന്റെ ഫിസിക്കൽ കണ്ടീഷൻ ഇംപ്രൂവ് ആയിട്ടുണ്ട്. പെയിൻ കുറഞ്ഞില്ലേ? സംസാരിക്കാൻ കഴിയുന്നുണ്ടോ? അത് ശരിയായിക്കോളും. കുറച്ച് ദിവസത്തിനകം സംസാരശേഷി തിരിച്ചു കിട്ടും. ടേക്ക് റെസ്റ്റ്. സാരമില്ല, അപകടാവസ്ഥയൊക്കെ കഴിഞ്ഞു.
സംസാരിക്കാമോ നിനക്ക്? കുറച്ച്. നേരാ, ആരോടും പറയണ്ട. ഞാനൊന്ന് ആലോചിക്കട്ടെ. എങ്ങനെ വേണം സംസാരിച്ചു തുടങ്ങാനെന്ന് ആലോചിച്ച് തീരുമാനിക്കാം. അച്ഛൻ വാ. കൈ കഴുകിയോ അപ്പൂസി നീ? ഞാനേ ഒരു ഡോക്ടറിന്റെ മോളാ. സുജിത്ത് എന്താണെന്ന് എനിക്കറിയാം. ഒരു ഡോക്ടറുടെ മോള് പിടിച്ചു വരച്ചോണ്ട് പോയാ കുളിപ്പിക്കുന്നെ. നിന്റെ ഡോക്ടറമ്മയ്ക്ക് ഇതൊന്നും അറിയണ്ടല്ലോ. ആ നീ ഇരിക്കടി. വേണ്ട, ഞാൻ റൂമിലിരുന്ന് കഴിച്ചോളാം. അതെന്താ ഒരുമിച്ചിരുന്ന് കഴിച്ചാല്? ഒറ്റയ്ക്ക് മാറിയിരിക്കുന്ന എന്തിനാ? അതെ, ഞാൻ എവിടെ ഇരുന്ന് കഴിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. പറ്റില്ല. കഷ്ടപ്പെട്ട് ഞാൻ വച്ചുണ്ടാക്കുന്നതേ സന്തോഷത്തോടെ ഒരുമിച്ചിരുന്ന് കഴിക്കാനാ. അവിടെ ഇരിക്കും മനു. ഞാൻ മുറിയില്. വേണ്ട, അവള് പറയുന്നതിലും കാര്യമില്ലേ. നീ ഇവിടെ ഇരിക്കും. ആ കൂടുമ്പോ ഇമ്പമുണ്ടാകുന്നതാണ് കുടുംബം. ആ ഇമ്പം എന്ന് വെച്ചാൽ പരസ്പരം മനസ്സ് മനസ്സിനോട് സംസാരിക്കുന്ന അടുപ്പം, സ്നേഹം. അത് വേണ്ടേ? വേണം. എടാ കൊച്ചേ, നിനക്കൊരു പെണ്ണിനെ വിളക്കാനുള്ള കഴിവില്ലേ? അച്ഛൻ എന്ത് തോന്നുന്നു? നിന്റെ അച്ഛന്റെ സ്വഭാവമാണെങ്കിൽ നിന്നെ കൊണ്ടൊന്നും നടക്കൂല. മറിച്ച് ആയ കാലത്ത് എന്റെ സ്വഭാവമാണെങ്കിൽ ഒന്നല്ല 9 പിള്ളേർ വന്ന് നിന്റെ കൂടെ പുറത്തേനെ. ഇന്ന് അതുപോലെയൊന്നും അല്ല അച്ഛ. മൈനെ അങ്ങനെ വളച്ചു മുടിച്ചു ഒന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ എന്ത് ചെയ്യും? നീ അവൾക്ക് മനസ്സ് കൊടുത്തു പോയില്ലേ? ഉവ്വ്. ശരീരോ? ഒരച്ഛൻ കൊച്ചുമോനോട് ചോദിക്കേണ്ട ചോദ്യമാണോ ഇത്? അല്ല, പക്ഷെ ചോദിച്ചു പോവുക. ഇങ്ങനെയുള്ള പെണ്ണുങ്ങള് ശരീരം കളങ്കപ്പെട്ടെന്ന് തോന്നിയ ആരാണോ അതിന് ഉത്തരവാദി അവനെ തന്നെ കിട്ടും. എന്റെ അറിവുകളായിട്ട് നീ ആലോചിക്കും. ഈ വയസ്സം പറയുന്ന വഷളത്തരങ്ങളൊക്കെ കേട്ട് ഇറങ്ങി പുറപ്പെട്ട നീ തല്ലുകൊണ്ട് ചാവും. അല്ലെങ്കിൽ നിന്നെ പോലീസ് കൊണ്ടുപോകും. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. പോലീസ് സൂപ്രണ്ടിന്റെ വീട്ടിൽ അവള് താമസിക്കുന്നത്. അത് നിനക്കറിയാവുന്നതല്ലേ? അയാളൊന്ന് വിളിച്ചു പറഞ്ഞാ മതി. ഇല്ലാത്ത കേസ് കൂടി വരും നിന്റെ തലയില്. ഇതൊക്കെ ധൈര്യമുള്ളവർക്ക് പറഞ്ഞിട്ടുള്ള പണിയാ. ആ ചെറുക്കനെ ഒന്ന് വെറുതെ ഇളക്കി വിടാതിരിക്കാമോ? അച്ഛൻ മരിച്ചിട്ടും അമ്മ കണ്ടവന്റെ കൂടെ ഇറങ്ങിപ്പോയപ്പോഴും കൂടെ നിന്ന ആളായതുകൊണ്ടാ ഞാൻ ചീത്തയൊന്നും പറയാത്തത്. വയസ്സായെങ്കിലും അടക്കം ഒതുക്കമൊക്കെ വേണം. എഴുന്നേറ്റ് പോടാ, ഒരു ഉപദേശം കേൾക്കാൻ വന്നിരിക്കുന്നു. നിക്ക്, വെറുതെ തള്ളിക്കളയണ്ട. അച്ഛൻ പറഞ്ഞതില് ചെറിയൊരു കാര്യമുണ്ട്. അതിനിപ്പോ അവളെ ഒന്ന് പുറത്ത് ചാടിക്കണം. അതിനെന്താ ഒരു വഴി? നീ ആ കുഞ്ചിയമ്മ ഇങ്ങനെ വിളിക്കേ. അവര് നോക്കിയാൽ നടക്കാത്ത കാര്യമുണ്ടോ? നേരെ അവരാവുമ്പോ SP-യുടെ വകയിലൊരു ബന്ധുവാ. വീട്ടിൽ കയറി ചെല്ലാൻ പറ്റണം. ആഹാരമൊന്നും എടുക്കാൻ പറ്റിയില്ല. അതിനുള്ള സാഹചര്യം ഇല്ലായിരുന്നു. ഞാനാണെങ്കിൽ കഴിക്കുകയും ചെയ്തു. അടിച്ചു മാറ്റാൻ പറ്റിയത് ദേ ഈ ആപ്പിളാ. തൽക്കാലം ഇത് കഴിച്ചിട്ട് പിന്നെയും വിശക്കുന്നുണ്ടെങ്കിൽ മുണ്ടും മുറുക്കി എടുത്ത് കിടന്നോ.
മാനസ, അല്ലാതെ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? എടുക്കാൻ പറ്റണ്ടേ? അതിന് ഞാനൊന്നും ആവശ്യപ്പെട്ടില്ലല്ലോ. ഒരു നേരം ആഹാരം കഴിച്ചില്ലെന്ന് കരുതി ആകാശം ഇടിഞ്ഞു വീഴൊന്നുമില്ല. ഹരി കാര്യങ്ങളെ പ്രാക്ടിക്കലായിട്ട് കാണുന്നില്ല. ഇനി ഈ കല്യാണം വേണ്ടെന്നാണ് എന്റെ അഭിപ്രായം. അഭിപ്രായം പറയാൻ എളുപ്പ, തീരുമാനം എടുക്കാനാ ബുദ്ധിമുട്ട്. എന്ത് ബുദ്ധിമുട്ട്? തൽക്കാലം ഈ വിവാഹം നടത്താൻ പറ്റില്ല എന്ന് പറയണം. ഹരിക്ക് വയ്യെങ്കിൽ ഞാൻ പറഞ്ഞോളാം. ഗൗരി, ഇത് രണ്ട് മനസ്സുകൾ തമ്മിലുള്ള കൂടിച്ചേരലിന്റെ പ്രശ്നമാണ്. മാനസയുടെ ഇഷ്ടം കൂടി കണക്കിലെടുക്കണ്ടേ നമ്മള്? എന്തിന്? അവളുടെ ഭാവിക്ക് വേണ്ടിയല്ലേ നമ്മൾ ഓരോ തീരുമാനം എടുക്കുന്നത്. ഹരിയെ കല്യാണം കഴിക്കാൻ എനിക്കൊട്ടും താല്പര്യമില്ലായിരുന്നല്ലോ. എന്നിട്ടും അച്ഛൻ പറഞ്ഞപ്പോ ഞാനതനുസരിച്ചില്ലേ? അതൊരു അബദ്ധമായി പോയെന്ന് ഇപ്പോഴും തോന്നുന്നില്ലേ ഗൗരിക്ക്? എന്റെ തോന്നലുകളുടെ കാര്യം കള. അനാവശ്യമായി കുടുംബക്കാരോടുള്ള സ്നേഹം കാണിക്കുന്നത് ഒഴിച്ച ഹരിയെ കൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. നിനക്ക് കുടുംബസ്നേഹമില്ലേ? നിന്റെ വീട്ടുകാരെ കുറിച്ച് പറയുമ്പോ 1000 നാമാണല്ലോ നിനക്ക്. ഹരി, കളപ്പുരയ്ക്കൽ തറവാടും ഹരിയുടെ 2 മുറി വീടും തമ്മിൽ കൂട്ടിക്കെട്ടാണ്. ആന വേറെ, അണ്ണാറക്കണ്ണം വേറെ. നിർത്താം, സംസാരിച്ച് കേറണ്ട. അതാ നല്ലത്. പിന്നെ ഞാൻ പറഞ്ഞതുകൊണ്ട് ചെവിക്കൊള്ളാതിരിക്കണ്ട. വേണുഗോപൻ ഫിസിക്കലി വീക്കാണ്. മെന്റലി ഏതവസ്ഥയാണെന്ന് എനിക്കറിയില്ല. സോ ലെറ്റ്സ് ബി പ്രാക്ടിക്കൽ ഹരി. ഈ വിവാഹം നടത്താതിരിക്കുന്നേ നല്ലത്. അമ്മയില്ലേ അമ്പിയെ? ഉണ്ട്. എന്താ സുഖേട്ടാ? വർക്ക്ഷോപ്പിൽ സിദ്ധാർത്ഥൻ ഇല്ലാത്തതുകൊണ്ട് വരുന്ന വണ്ടികളൊക്കെ തിരിച്ചു പോവുക. സാവിത്രിയമ്മേ, ഞങ്ങളൊരു വണ്ടി പണിതിട്ട് കസ്റ്റമേഴ്സിന് തൃപ്തിയാവുന്നില്ല. വണ്ടികളെല്ലാം പോവുക. ജോലിക്കാർക്കും സിദ്ധാർത്ഥനില്ലാതെ വർക്ക്ഷോപ്പിൽ നിൽക്കാൻ താല്പര്യമില്ല. എന്താ വേണ്ടത്? പൂട്ടിയേക്കാം. അമ്മേ, പൂട്ടിയേക്കാം മോളെ. ഓരോന്നോരോന്നില്ലാതാകട്ടെ. മാനസേ, ആ ദേ ഫോൺ. ഒരംബിക. നീ എടുത്തില്ലല്ലോ? എടുത്തെങ്കിൽ പിന്നെ ബെല്ലടിച്ചോണ്ടിരിക്കോ? ഹലോ അംബികേ. മാനസേ, ഏട്ടനെ ഫോൺ വിളിച്ചാൽ കിട്ടില്ലല്ലോ. ഏട്ടൻ എങ്ങനെയുണ്ട്? ഏട്ടന് ഒരു കുഴപ്പമില്ല. അവിടെ എന്താ? ഏട്ടനോട് പറയൂ വർക്ക്ഷോപ്പ് പൂട്ടിന്ന്. ഏട്ടനില്ലാത്തത് കൊണ്ട് കസ്റ്റമേഴ്സ് ആരും വരുന്നില്ല. അമ്മ ചെന്ന് ഷോപ്പ് അടച്ചു പൂട്ടി. വലിയ സങ്കടമായിരുന്നു. സാരമില്ല, ശരിയാവും. എല്ലാം ശരിയാവും. എനിക്ക് എപ്പോഴെങ്കിലും ഏട്ടനോടൊന്ന് സംസാരിക്കാൻ പറ്റുമോ? പറ്റില്ല അംബികേ. ഇപ്പൊ പോലീസിന്റെ നിരീക്ഷണത്തിലിരിക്കുമ്പോ എന്നെ വിളിക്കുന്നത് പോലെ അബദ്ധമാണ്. ഫോൺ വെച്ചോളൂ. വിവരങ്ങൾ ഞാൻ എങ്ങനെയെങ്കിലും അറിയിച്ചോളാം. ശരി, ഓക്കെ. ആരായിരുന്നു?
ഫോണില് എന്റെ ഒരു ഫ്രണ്ടാ. നിന്റെ മുഖത്തെന്താ ഒരു പരിഭ്രമം? ഓടി. ദിവസങ്ങൾക്ക് അർത്ഥമുണ്ട്. ഇന്നലത്തെ പോലെ ആയിരുന്നില്ല ഇന്ന്. കാശ് തരുവോ? തരുമെങ്കിൽ മൈന ഇവിടെ വന്നിരിക്കും. നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോ എന്റെ അനിയത്തി എനിക്ക് മിസ് ചെയ്യുന്നു. ഹരിയേട്ടന് അറിയില്ലാത്തോണ്ടാ ഈ തള്ളി ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് അർജുനേട്ടനാ. ദിവസങ്ങൾക്ക് അർത്ഥമുണ്ട്. ഇന്നലത്തെ പോലെ ആയിരുന്നില്ല ഇന്ന്. കാശ് തരുവോ? തരുമെങ്കിൽ മൈന ഇവിടെ വന്നിരിക്കും. നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോ എന്റെ അനിയത്തി എനിക്ക് മിസ് ചെയ്യുന്നു. ഹരിയേട്ടന് അറിയില്ലാത്തോണ്ടാ ഈ തള്ളി ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് അർജുനേട്ടനാ.